നമസ്കാരം. ശുഭചിന്തകൾ. ജോൺ. മനസ്സിന്റെ പ്രതിഫലനമാണ് വികാരം. ശരീരത്തിനുള്ളിലെ മനസ്സിന്റെ പ്രതിഫലനമാണ് വികാരമെന്ന്. പക്ഷേ ചിലപ്പോൾ ശരീരവും മനസ്സും തമ്മിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. ശരീരം വേണ്ട എന്ന് പറയുമ്പോൾ മനസ്സ് വേണമെന്ന് പറയും. ചിലപ്പോൾ നേരെ തിരിച്ചും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ശരീരം എപ്പോഴും നിങ്ങൾക്ക് സത്യസന്ധമായ പ്രതിഫലം തന്നെ നൽകും. അതുകൊണ്ട് വികാരത്തെ നോക്കിക്കാണുകയോ നിങ്ങളുടെ ശരീരത്തിൽ അതിനെ അനുഭവിക്കുകയോ ചെയ്യുക. ശരീരവും മനസ്സുമായി പ്രകടമായ സംഘർഷമുണ്ടെങ്കിൽ ആ സമയത്തെ ചിന്ത അസത്യവും വികാര സത്യവുമായിരിക്കും. നിങ്ങൾ ആരാണെന്ന പരമാർത്ഥമായ സത്യമല്ല, മറിച്ച് ആ സമയത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ച ആപേക്ഷിക സത്യം. മനസ്സിന്റെ ഉപരിതലത്തിലെ ചിന്തകളും അവബോധതലത്തിലുള്ള മാനസിക പ്രക്രിയകളും തമ്മിലുള്ള സംഘർഷം തീർച്ചയായും സാധാരണമാണ്. അവബോധതലത്തിലെ ചീത്ത പ്രവൃത്തികളെ ചിന്തകളായി നിങ്ങളുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇത് എപ്പോഴും ഒരു വികാരമായി നിങ്ങളുടെ ശരീരത്തിൽ പ്രതിഫലിക്കപ്പെടും. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാനാകാം. ഈ തരത്തിൽ വികാരത്തെ നിരീക്ഷിക്കുന്നത് അടിസ്ഥാനപരമായി നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ഒരു ചിന്തയെ ശ്രദ്ധിക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഈ നിരീക്ഷണങ്ങൾ തമ്മിലുള്ള ഏക വ്യത്യാസം ഇതാണ്: ഒരു ചിന്ത നിങ്ങളുടെ ശരീരത്തിനകത്താണ്, പക്ഷേ വികാരത്തിന് ശക്തമായ ശാരീരിക ഘടകമുള്ളതിനാൽ അത് പ്രഥമമായി നിങ്ങളുടെ ശരീരത്തിനകത്ത് ആണ് അനുഭവപ്പെടുന്നത്. ഇപ്രകാരം നിരീക്ഷിക്കുന്നതിലൂടെ വികാരത്താൽ നിയന്ത്രിക്കപ്പെടാതെ അതിനെ അവിടെ തുടരാൻ നിങ്ങൾക്ക് അനുവദിക്കാനാവും. ഇപ്പോൾ നിങ്ങൾ വികാരമല്ല, നിങ്ങൾ നിരീക്ഷകനാണ്. എല്ലാം വീക്ഷിക്കുന്ന സാന്നിധ്യമാണ്. ഇത് നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അബോധപൂർവമായതെല്ലാം ബോധത്തിന്റെ പ്രകാശത്തിലേക്ക് ആനയിക്കപ്പെടും. താങ്ക് യു.